ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 6 പാർട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു. നമ്മൾ ഇന്ന് അതിൻ്റെ 7ാമത്തെ പാർട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫിനാൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ പ്രസിഡൻറ്റ് ബൈ എവരി. ഫിനാൻസ് കമ്മീഷൻ എത്ര വർഷത്തിലൊരിക്കലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഫിനാൻസ് കമ്മീഷൻ 5 വർഷത്തിലൊരിക്കലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 5 വർഷം കഴിയുമ്പോൾ പുതിയ ഫിനാൻസ് കമ്മീഷനെ രൂപീകരിക്കും. അപ്പോൾ 5 വർഷത്തിലൊരിക്കലാണ് ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഹൂ എമംഗ് ദ ഫോളോയിങ് ആർ ദ നോട്ട് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? താഴെ പറയുന്ന വ്യക്തികളിൽ ആരാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അംഗമല്ലാതിരുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ രംഗനാഥ മിശ്രയുണ്ട്, അദ്ദേഹം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. JS വർമ്മ ചെയർപേഴ്സൺ ആയിരുന്നു. MN വെങ്കിട്ടച്ചെല്ലയ്യ ചെയർപേഴ്സൺ ആയിരുന്നു. എന്നാൽ SH കബാഡിയ മാത്രം എന്തല്ല, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അല്ലായിരുന്നു. ഇപ്പോൾ ആരാണ് അല്ലായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം അപ്പോൾ ഇവിടെ SH കബാഡിയാണ്. ബാക്കി 3 പേരും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ദ ലാംഗ്വേജ് ആപ്ലിക്കേഷൻ മേ ബി. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ് ചോദ്യം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ചോദിക്കുമ്പോൾ ഏത് ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്, ആൾ ഓഫ് ദ ബോയ് ഉണ്ട്. ഹിന്ദിയിലായിരുന്നാലും ഇംഗ്ലീഷിലായിരുന്നാലും റീജിയണൽ ലാംഗ്വേജിലായിരുന്നാലും നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇംഗ്ലീഷും ചോദിക്കാം, ഹിന്ദിയിലും ചോദിക്കാം, നമ്മൾ റീജിയണൽ ലാംഗ്വേജിലും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഇന്നോവേറ്റീവ് ടൂൾ ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ബിക്കോസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂളാണ്. അങ്ങനെ പറയുന്നതിന് കാരണം എന്ത് എന്നാണ് ചോദ്യം. ആൻഡ് ആൻസർ: ഇറ്റ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് പബ്ലിക് പോളിസീസ് ഡിസിഷൻ മേക്കിംഗ്. അത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു അവയർനെസ് ഉണ്ടാക്കി തരുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നമുക്ക് എന്ത് അറിയണമെങ്കിലും അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ചോദിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ ഒഴികെ, ഡിഫൻസ് പരമായ ചില കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ചോദിക്കാം. അതുകൊണ്ടാണ് ഇതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ടൂൾ എന്ന് പറയാൻ കാരണം. ഇറ്റ് മേക്സ് പീപ്പിൾ അവെയർ ഓഫ് പബ്ലിക് പോളിസീസ് ഡിസിഷൻ മേക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ: According to the United Nations Convention on the Right of the Child 1989, which was ratified by in India 1992, a child is a person below the age of. അതായത് യുണൈറ്റഡ് നാഷൻ 1989 യുണൈറ്റഡ് നാഷണൽ കൺവെൻഷനിൽ വെച്ച് എന്ത് വെരിഫൈ ചെയ്തു? ഇന്ത്യയുടെ ചൈൽഡ് എന്ന് പറയുന്നത് ബിലോ ദ ഏജ് ഓഫ് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്? ഉത്തരം 18 ആണ്. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചൈൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് 1992 ആണ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. എത്ര പ്രായത്തിന് താഴെയുള്ളവർ? 18 വയസ്സിന് താഴെയുള്ളവർ. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ്. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഇലക്ഷൻ കമ്മീഷനിൽ 3 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് ഇൻക്ലൂഡ് ചെയ്ത് 3 അംഗങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ളത്. എത്ര? 3 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും 2 ഇലക്ഷൻ കമ്മീഷനും, അങ്ങനെ ടോട്ടൽ 3 പേരാണ് ഇലക്ഷൻ കമ്മീഷനിൽ അംഗമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: വെയർ ദ ഫസ്റ്റ് RTI ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ഷഹീദ് റാസ ബർണി. അതായത് ഷഹീദ് റാസ എന്ന വ്യക്തി ആദ്യമായി റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ നൽകിയത് എവിടെ എന്നാണ് ചോദ്യം. ഉത്തരം പോലീസ് സ്റ്റേഷൻ പൂനെയിലെ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അപേക്ഷ സമർപ്പിച്ചത്. സമർപ്പിച്ച വ്യക്തിയുടെ പേര് ഷഹീദ് റാസ ബുർണി എന്നാണ്. ഷഹീദ് റാസ ബുർണിയാണ് ആദ്യമായി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം അപേക്ഷ സമർപ്പിച്ചത് പൂനെ പോലീസ് സ്റ്റേഷനാണ്. എ പോലീസ് സ്റ്റേഷൻ ഇൻ പൂനെയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ്. ദ പ്രസിഡന്റ് ഹു അസൈൻഡ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ സമ്മതം നൽകിയ പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം. ഉത്തരം APJ അബ്ദുൽ കലാമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് സമ്മതം പ്രകടിപ്പിച്ച പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ആ സമയത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ: ഹു ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ ഫസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. നാഷണൽ വനിതാ കമ്മീഷനിൽ
അംഗമായ ആദ്യ മെയിൽ ആര് എന്നാണ് ചോദ്യം. ആദ്യ പുരുഷൻ ആര് എന്നാണ് ചോദ്യം. ഹൂ ഹാസ് ബീൻ എലക്റ്റഡ് ആസ് ദ ഫസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ? ആലോക് റാവത്താണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമണിൽ അംഗമായ ആദ്യ പുരുഷൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം അലോക് റാവത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കേരള വനിതാ കമ്മീഷൻ ബിൽ വാസ് പാസ്ഡ് ഇൻ? കേരള വനിതാ കമ്മീഷൻ ബില്ല് പാസ്സാക്കിയ വർഷം 1995. 1995. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര എന്നാണ് ചോദ്യം. ഉത്തരം 1098ആണ്. 1098 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഗേൾ ചൈൽഡ് ഡേ വാസ് ഒബ്സർവ്ഡ് ഓൺ? അതായത് നാഷണൽ വനിതാ ഗേളല്ല, പെൺകുട്ടികളുടെ ദിവസം എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നതാണ് ചോദ്യം. ഉത്തരം ജാനുവരി 24 ആണ്. ജാനുവരി 24 ആണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ? സെക്സ്വൽ ഒഫൻസിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ട് നിലവിൽ വന്ന വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം നവംബർ 14, 2012. സെക്സ്വൽ ഒഫൻസിൽ നിന്നും കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ആക്ട് വന്നത് നവംബർ 14, 2012. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് വാസ് സെറ്റപ്പ് ഇൻ ഡാഷ്? എന്നാണ് സെറ്റപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചത്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 2007. 2007 നിലവിൽ 2007 മാർച്ച് മാസത്തിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് നിലവിൽ വന്നത്. മാർച്ച് 2007. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഷെഡ്യൂളേഴ്സ് ആർ ഇൻ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005? 2005 വിവരാവകാശ നിയമത്തിന് എത്ര ഷെഡ്യൂൾസ് ഉണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം 2 ഷെഡ്യൂൾസ് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ ആകെയുള്ള ഷെഡ്യൂളുകളുടെ എണ്ണം 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഓഫ്? അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ്, അതായത് വീട്ടിനകത്തെ സ്ത്രീകൾക്കുണ്ടാകുന്ന പീഡനത്തിനെതിരെയുള്ള നിയമം നിലവിൽ വന്ന വർഷമാണ് 2005. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഓഫ് 2005 ആണ്. എത്ര? 2005. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഫോർ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ബിൽ 2004 വിച്ച് ദ പാർലമെൻറ്റ് ഹാസ് പാസ്ഡ്? 2005. പാർലമെൻറ്റ് 2005 പാസ്സാക്കിയ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ബില്ലിൽ പറയുന്ന കാര്യം എന്ത് എന്നാണ് ചോദ്യം. 2005 പാസ്സാക്കിയ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ബില്ലിൽ പറയുന്ന കാര്യം എന്തെന്നാണ് ചോദ്യം. ഉത്തരം ഗിവിംഗ് ഈക്വൽ റൈറ്റ്സ് ടു ആൾ വുമൺ ഇൻക്ലൂഡിംഗ് മാരീഡ് ഡാട്ടേഴ്സ് ഇൻ ദ പാരൻ്റൽ പ്രോപ്പർട്ടി ആസ് ദ സൺസ് ഹാവ്. അതായത് മകന് ഉള്ളതുപോലുള്ള എല്ലാ അവകാശങ്ങളും മകൾക്കും ഉണ്ടായിരിക്കണം, കൂടാതെ കല്യാണം കഴിഞ്ഞ മകൾക്കും അതേ അവകാശം ഉണ്ടായിരിക്കണം. മകളാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത മകൾക്കുള്ളതുപോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ മകൾക്കും അവകാശമുള്ളത് എന്നാണ് പറയുന്നത് ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ബിൽ 2004 പറയുന്നത്. പുത്രന്മാർക്കുള്ളതുപോലെ അല്ലെങ്കിൽ മകൾക്കുള്ളതുപോലെ കല്യാണം കഴിഞ്ഞ മകൾക്കും ഈക്വൽ അച്ഛൻ്റെ സ്വത്തിന് അല്ലെങ്കിൽ അമ്മയുടെ സ്വത്തിന് ഈക്വൽ അവകാശമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ SC/ST ആക്ട് 1989 എൻഫോഴ്സ്ഡ് വിത്തിൻ ഫ്രം? SC/ST ആക്ട് എൻഫോഴ്സ് ചെയ്തത് ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SC/ST ആക്ട് എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന വർഷം ഇവിടെ ഓപ്ഷനിൽ ക്ലിയർ അല്ല. 30 ജനുവരി 1990 SC/ST ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത്. 1989 SC/ST ആക്ട് നിലവിൽ വന്ന വർഷം ഏത് എന്ന് കെയിം ഇൻ ടു ഫോഴ്സ് ആ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1990 ജനുവരി 30 ജനുവരി 30 1990 SC/ST ആക്ട് നിലവിൽ വന്നത്. ആക്ട് പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1989 അത് നിലവിൽ വന്നത് 1990 ജനുവരി 30. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എക്സ്പെക്റ്റഡ് ടു റിപ്ലൈ വിത്തിൻ ഡാഷ് അവേഴ്സ് വെൻ
ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് ദ പേഴ്സൺ ഈസ് ഇൻവോൾവ്ഡ്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ ലൈഫ് ആൻഡ് ലിബർട്ടി ആണ് ഉൾപ്പെട്ടതെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അതിന് മറുപടി നൽകണമെന്നാണ് ചോദ്യം. ഉത്തരം 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ലൈഫ് ആൻഡ് ലിബർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ, സെക്സ്വൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഓഫ്. അതായത് വർക്ക് പ്ലേസിൽ വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന സെക്സ്വൽ ഹരാസ്മെൻറ്റിനെതിരെ നിയമം വന്ന വർഷം 2013. വർക്ക് പ്ലേസിൽ വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന സെക്സ്വൽ ഹരാസ്മെൻറ്റിനെതിരെ നിയമം വന്നത് 2013. അടുത്ത ക്വസ്റ്റ്യൻ, എ വെൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് റിട്ടൺ ബൈ. എന്താണ് എ വെൻഡിക്കേഷൻ അല്ലെങ്കിൽ വെൻഡിക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് റിട്ടൺ ബൈ ആരാണ്? മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ്. എ വെൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് റിട്ടൺ ബൈ മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ എക്സാമിന് പല എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് 2015 ആദ്യമായിട്ട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പല എക്സാമിനും വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ വെൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ഈസ് റിട്ടൺ ബൈ മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 2005 ആണ്. 2005 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഇൻകോർപ്പറേറ്റഡ് ടു ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻ ടു ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയ അമെൻമെൻറ്റ് ആക്ട് ഏത് എന്നാണ് ചോദ്യം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയ അമെൻമെൻറ്റ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 86th അമെൻമെൻറ്റ് 2002. 2002 86ാമത്തെ അമെൻമെൻറ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ ഓഫ്. 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺസ്യൂമർ റൈറ്റ് വെയർ ഫസ്റ്റ് എന്യൂമറേറ്റഡ് ഇൻ ദ ഇയർ ഓഫ്. 1962. എന്നാൽ കൺസ്യൂമർ റൈറ്റ്സ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. 1962 കൺസ്യൂമർ റൈറ്റ്സ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം USA ആണ്. USA ആണ് കൺസ്യൂമർ റൈറ്റ്സ് ആദ്യമായി നടപ്പിലാക്കിയത്. വർഷം 1962. ഇന്ത്യയിൽ 1986 നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, SC/ST പീപ്പിൾ അവെയർ സ്പെസിഫൈഡ് ഇൻ ഡാഷ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളിലാണ് SC/ST പീപ്പിളിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 341 ആൻഡ് ആർട്ടിക്കിൾ 342 SC/ST പീപ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 341 342. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഷാൾ ബി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരായിരിക്കണം എന്നാണ് ചോദ്യം. ഉത്തരം റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ആര്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കേണ്ടത്. Human Rights Commission chairperson. Chief Justice of India. Chief Justice of India.
നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ആരാണ്? റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നേരത്തെ പറഞ്ഞത് ഹൈക്കോർട്ട് എന്നാണ് പറഞ്ഞത്, പക്ഷെ അല്ല, റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1975 എന്തെന്നാണ് ചോദ്യം. നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1975 എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം, എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ടു ദ നോൺ ഷെഡ്യൂൾഡ് ട്രൈബ്. ഇതാണ് ആൻസർ. അതായത് നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1975 പറയുന്നതെന്നാൽ എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, മൂവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോപ്പർട്ടിയെ ബൈ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ടു ദ നോൺ ഷെഡ്യൂൾഡ് ട്രൈബ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1975. എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ടു എ നോൺ ഷെഡ്യൂൾഡ് ട്രൈബ്. അടുത്ത ക്വസ്റ്റ്യൻ, in India, a special ministry for women and social welfare was formed at the center in the year of 1986. അതായത് വനിതകൾക്കും സോഷ്യൽ വെൽഫെയറിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മിനിസ്ട്രി കൊണ്ടുവന്നത് ഏത് വർഷം മുതലാണ്? 1986 മുതലാണ്. വനിതകൾക്കും സോഷ്യൽ വെൽഫെയറിനും വേണ്ടി പുതിയ മിനിസ്ട്രി കൊണ്ടുവന്നത് 1986. അടുത്ത ചോദ്യം, ദ ആർട്ടിക്കിൾ ഇൻ ദ Indian Constitution which provides for the appointment of special officer for scheduled caste and scheduled tribe by the President of India is എന്താണ് പറയുന്നത്? ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പറയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ് ചോദ്യം. അതായത് അല്ലെങ്കിൽ സപ്പോസ് ഒരു കേസിന് വേണ്ടിയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയോ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയോ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 338 പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 338 പ്രകാരം. 338. അടുത്ത ക്വസ്റ്റ്യൻ, ദ പണിഷ്മെൻറ്റ് ഓഫ് intentionally insulting a member of scheduled caste and scheduled tribe imprisoned for the period of, അതായത് പർപ്പസ്ഫുള്ളി ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളയോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിലുള്ളയോ ഒരാളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ശിക്ഷ 6 മാസം മുതൽ 5 വർഷം വരെയാണ് ജയിൽ ശിക്ഷ. 6 മാസം മുതൽ 5 വർഷം വരെയാണ് ജയിൽ ശിക്ഷ. എന്തിനുള്ള ജയിൽ ശിക്ഷ? ഷെഡ്യൂൾഡ് കാസ്റ്റ് പീപ്പിളെയോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് പീപ്പിളിനെയോ പർപ്പസ്ഫുള്ളി ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ശിക്ഷയാണ് 6 മാസം മുതൽ 5 വർഷം വരെയാണ് ശിക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആർക്കൊക്കെയാണ് വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആർക്കൊക്കെ വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം, എനി പേഴ്സൺ ഡിസൈർസ് ഓഫ് ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ. ഇന്ത്യയിൽ ആർക്ക് വേണോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്നതാണ്. എനി പേഴ്സൺ, ഇന്ത്യയിലെ ആർക്ക് വേണോ കളക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് എനി പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ബൈ ദ വൺ പാർട്ടി ടു എ മാരേജ് ടു അനദർ പാർട്ടി ഓർ എ പാരൻസ് ഓഫ് എയ്തർ പാർട്ടി ടു മാരേജ്. അതായത് നമ്മൾ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രൊഹിബിറ്റ്സ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് എനി പ്രോപ്പർട്ടി ഓർ എ വാല്യുബിൾ സെക്യൂരിറ്റി ബൈ വൺ പാർട്ടി ടു എ മാരേജ് to the another party or parents of either party to the marriage. Another question, Article 164 of the Indian Constitution provides for the separate ministry for tribal welfare. ട്രൈബൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 164 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് മിനിസ്ട്രിയെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അത് ഏതൊക്കെ സംസ്ഥാനത്ത് വേണ്ടിയാണ് എന്നാണ് ചോദ്യം. ഉത്തരം, ഛത്തീസ്ഗഡും മധ്യപ്രദേശ്, ഒറീസ. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രത്യേക എന്തുള്ളത്? ട്രൈബൽ മിനിസ്ട്രീസ് ഉള്ളത്. ആർട്ടിക്കിൾ 164 പ്രകാരമാണ് ഈ ട്രൈബൽ മിനിസ്ട്രീസിനെ രൂപീകരിച്ചത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒറീസ. ആർട്ടിക്കിൾ 164 പ്രകാരമാണ് ഇവിടെ മിനിസ്ട്രീസ് രൂപീകരിച്ചത്.